19 തുടങ്ങിയതാ. സർജറി, കീമോ അങ്ങനെ എല്ലാം ചെയ്തു. ഇനിയും ചെയ്താൽ വീക്കാവൂന്നാ പറഞ്ഞേ. വേറെ മെഡിസിൻ ഒന്നും വേണ്ടാന്ന് വെച്ച് ഇങ്ങോട്ട് വന്നു. ഓൺലൈനിൽ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നല്ല റിസൾട്ടാണ്. ആദ്യം വന്നപ്പോൾ ഒരു ഡൗട്ടോടെയാണ് വന്നത്. പിന്നെ റിസൾട്ട് കണ്ടപ്പോൾ നല്ലതാണെന്നാ എല്ലാവരും പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് വിസിറ്റാണ്. ഇനി അമ്മയ്ക്ക് മരുന്നൊന്നും കഴിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്. ഇവർ ഒരുപാട് നാളായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ഇവർ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പേഷ്യന്റിനെ പറ്റിയും അസുഖത്തെ പറ്റിയൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എങ്ങനെയാണെന്നും ഇവർക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും പുനർജനിൽ വന്നതിന് ശേഷവും മെഡിസിൻ കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയൊക്കെ നമുക്ക് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മാം. മാമിന്റെ പേര്? മഞ്ജീറ. എവിടെ നിന്നാ വരുന്നത്? സിക്കന്ദരാബാദ്. ഓക്കെ, സെക്കന്ദരാബാദ് അല്ലേ? പേഷ്യന്റ് ആരാ? എന്റെ അമ്മയാണ്. പേര്? സുഗുണ. എത്ര വയസ്സുണ്ട്? 68. 68. ഓക്കെ. ഇവിടെ ഇപ്പോ വന്നിട്ട് എത്ര വർഷമായി? 2 വർഷം മുന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ ഓക്കെ മാം. എന്ത് ക്യാൻസർ ആണെന്ന് പറഞ്ഞ? ബ്രസ്റ്റ് ക്യാൻസർ. എപ്പോ തൊട്ടുണ്ട്? 19 തുടങ്ങിയതാണ്. ഓക്കെ. സർജറി, കീമോ എല്ലാം ചെയ്തു. ഓക്കെ. വീക്കായതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓൺലൈനിൽ കണ്ടു, ഇങ്ങോട്ട് വന്നു. നല്ല റിസൾട്ടാണ്. ഓക്കെ. അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇതിനെപ്പറ്റി? പെറ്റ് CT 6 മാസത്തേക്ക്. 6 months. ആദ്യം ഒരു 3 മാസം ചെയ്തു. പിന്നെ റിസൾട്ട് വെച്ചിട്ട് വീണ്ടും ഒരു 6 മാസം കൂടി. ഓക്കെ. ഡോക്ടർ എങ്ങനെയാ മാം സജസ്റ്റ് ചെയ്തത്? അതായത് എത്ര നാൾ മെഡിസിൻ കഴിക്കണം, എപ്പോ സ്കാൻ ചെയ്യണമെന്നാ പറഞ്ഞു? ആദ്യം അമ്മയുടെ സിറ്റുവേഷൻ വെച്ചിട്ട് 3 മാസം എന്നാണ് പറഞ്ഞത്. ഓക്കെ. അതിനുശേഷം കുറച്ച് കുറയാൻ തുടങ്ങി. പിന്നെ 6 മാസത്തേക്ക് ഡോസേജ് കുറച്ച് കുറഞ്ഞു. ഓക്കെ. ഇത് മെഡിസിൻ ഡോസേജ് അല്ലേ? അതെ. ആദ്യം എത്ര എണ്ണം കൊടുത്തു മാം? ഫസ്റ്റ് 3 times 4 ടാബ്ലറ്റ്സ് വീതം. ഓക്കെ. പിന്നെ 2 times മതി എന്ന് പറഞ്ഞു. ഓക്കെ. 1 year ആയപ്പോഴേക്കും നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഡോസ് ആക്കി. ഇപ്പൊ ഈ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ എത്ര പ്രാവശ്യം പെറ്റ് സ്കാൻ എടുത്തിരുന്നു മാം? ഇതുവരേക്കും മൊത്തം 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് 2 എണ്ണം 2 times. ആണോ? 2-3 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ. എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിരുന്നു പെറ്റ് സ്കാനിൽ? നല്ല മാറ്റമുണ്ട് പെറ്റ് സ്കാനിൽ. മാറ്റമുണ്ടായിരുന്നല്ലേ? ഇതാണ് ഓക്കെ. ഞങ്ങളുടെ ലാസ്റ്റ് വിസിറ്റ്. ഓക്കെ. ഇനി അമ്മയ്ക്ക് ഒന്നും തന്നെ പേടിക്കാനില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. മരുന്ന് വെച്ചോളൂ, എന്നിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓരോന്ന് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ. അത് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഓക്കെ. അതിനുവേണ്ടിയാണ് വാങ്ങിയത്. ഇപ്പൊ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. പുനർജനിലേക്ക് വന്നതിന് ശേഷം ഈ മെഡിസിൻ തന്നെയാണോ കണ്ടിന്യൂ ചെയ്ത് അതോ അലോപ്പതി യൂസ് ചെയ്തിരുന്നു? ഇല്ല, ഈ മെഡിസിൻ ഈ മാത്രം. മെഡിസിൻ മാത്രമാണ് അല്ലേ? ഓക്കെ. നിങ്ങളൊരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടായിരിക്കുമല്ലോ പുനർജനിലേക്ക് വന്നത്. അലോപ്പതിക്കും ആയുർവേദത്തിനും ഡിഫറൻസ് കാണുമല്ലോ. ഇതുപോലുള്ള ഒരു അതെ, റിസൾട്ട് അതെ. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഡൗട്ടോട് കൂടിയാണ് വന്നത്. ഓക്കെ. പിന്നെ റിസൾട്ട് കണ്ടപ്പോൾ നല്ലതാണെന്ന് തോന്നി. പിന്നെ ഞാനത് എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? മാമിന് അവരോടൊക്കെ എന്തായിരിക്കും പറയാനുള്ളത്? ഇവിടെ തന്നെ നല്ല മാറ്റമുണ്ട്. പിന്നെ വേറെങ്ങും പോകേണ്ട ആവശ്യമില്ല. കീമോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതെ, അതെ. ശരീരം ആകെ വീക്കായി പോകും. ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. കൂടാതെ നല്ല ആക്റ്റീവും ആയിരിക്കും. ഓക്കെ. അതുകൊണ്ട് ഞാനിപ്പോൾ അറിയുന്ന എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ സംബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു മാം? ഒന്ന് പറയാമോ? അമ്മയ്ക്ക് ആദ്യം പനി വന്നായിരുന്നു. അതിനുശേഷം അമ്മയെ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോഴാണ് അറിഞ്ഞത് ചെറുതായിട്ടുണ്ടെന്ന്. ഓക്കെ. അതായത് ബ്രസ്റ്റിൽ ഒരു മുഴയല്ലേ? ചെറിയ മുഴയായിട്ടാണ് കണ്ടത്. അകത്തായിരുന്നോ അതോ പുറത്തായിരുന്നോ മുഴയുണ്ടായിരുന്നത്? വേദന വന്നായിരുന്നു. ഓക്കെ. അപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. ഓക്കെ. വളരെ പെട്ടെന്ന് 1.5 മാസത്തിനുള്ളിൽ സർജറി എല്ലാം കഴിഞ്ഞു. ഓക്കെ. അവിടെ ആദ്യം കീമോ കൊടുത്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഉം. അതിനുശേഷം കൊറോണ വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു, ഓക്കെ. പുറത്തൊന്നും പോകാതെ. ഓക്കെ. അങ്ങനെ അത് വീണ്ടും വരാനായിട്ട് തുടങ്ങി. ടോട്ടലായി ഓക്കെ. ടെസ്റ്റ് എല്ലാം ചെയ്തു. അപ്പോൾ എന്നോട് കറക്റ്റായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി. ഇത് കുറയൂലല്ലോ എന്ന് വിചാരിച്ച് ഓക്കെ. പിന്നെ കീമോ കൊടുക്കാൻ പറ്റാതായി. ആള് മൊത്തത്തിൽ വീക്കായി പോയി. ഓക്കെ. അങ്ങനെ അത് ശരിയായില്ല എന്ന് വിചാരിച്ചു പുനർജനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുനർജനിൽ വന്നിട്ട് ഇത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലേ? നല്ല ട്രീറ്റ്മെന്റ്. നിങ്ങള് അലോപ്പതി ട്രീറ്റ്മെന്റിൽ പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചല്ലേ? ഒരുപാട് സോ ബുദ്ധിമുട്ടി. കുറയോ ഇല്ലെന്നുള്ള പേടിയിലായിരിക്കല്ലേ ഇവിടേക്ക് വന്നത്? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വളരെ ഹാപ്പിയാണ്.
ഉം. ഓക്കെ മാം. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷം. ഉം, ഉം. ഓക്കെ. ഉം. ഡോക്ടർ നിങ്ങളോട് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനാണോ പറഞ്ഞിരിക്കുന്നത്? കഴിച്ചാൽ നല്ലതാണ്. ഉം. ഒന്നരാടം ദിവസങ്ങളിൽ ഡോസ് അല്ലേ? ഓരോ ടാബ്ലറ്റ് വീതം കൊടുക്കുന്നത് നല്ലതാന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു. ഓക്കെ മാം. എന്തായാലും ഒരു ഡോസ് കൂടി കംപ്ലീറ്റ് ചെയ്തോളൂ. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഭേദാവട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം മാം. ഓക്കെ. ഓക്കെ, താങ്ക് യു താങ്ക് മാം. യു. താങ്ക് യു സോ താങ്ക് മച്ച്. യു.